ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. ഇത് ഉത്രാട ദിനത്തിൽ എടുത്തിട്ടുള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ ഞങ്ങൾ ഇതാണ് തിരുവാതിരക്കളി ടീംസ്. ഇനി ഞങ്ങൾ ഇന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ള പൊട്ടക്കുളം ബ്രദേഴ്സ് നടത്തുന്ന ഓണാഘോഷ പരിപാടിയോടനുബന്ധിച്ച് ഞങ്ങളൊരു തിരുവാതിരക്കളി കളിക്കുന്നുണ്ട്. അപ്പം ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ്, അവരുടെ വൈഫ്, അവരുടെ കൊച്ചുമക്കൾ, അപ്പോൾ ഇതാണ് ഈ ക്രൗഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഘോഷയാത്ര വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനോടൊപ്പം ഞങ്ങൾ ഇറങ്ങി ഇനി ക്ലബിലേക്ക് പോകാനുള്ളൊരു തത്രപ്പാടിലാണ്. അപ്പോൾ തിരുവാതിരക്കളി ടീംസിനെ കണ്ടുല്ലോ. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും, അതായത് ഇപ്പം ഒരു 3-4 വർഷമായിട്ട് ഞങ്ങളിപ്പം തുടരെ ഓണപ്പരിപാടി വെക്കുന്ന സമയത്ത് ഞങ്ങൾ തിരുവാതിരക്കളി കളിക്കാറുണ്ട്. അപ്പോൾ നല്ലൊരു ആഘോഷ രാവ് തന്നെയാണ് അന്നത്തെ ദിവസം, ഉത്രാട ദിനം എന്ന് പറയുന്നത്. വളരെയധികം ഹാപ്പിയൊക്കെ ആയിട്ട്. അപ്പോൾ മാവേലി വരാൻ പോവാണ്. നമുക്ക് മാവേലിനെ കാണാം. അപ്പോൾ മാവേലി വന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മിഠായി തരാൻ പോവാണേ. ഹാപ്പി ഓണം. കുഞ്ഞുമണിക്കും കൂടെ കൊടുക്കോ? അതാ ഇങ്ങ് കൊടുത്തോ കുഞ്ഞുമണി. ക്ലബിലേക്ക് നടക്കുകയാണ്. അപ്പം ഇതാണ് ക്ലബ് എന്ന് പറയുന്നത്. ക്ലബിൻ്റെ പരിസരത്ത് നമുക്ക് വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ള ഇരിപ്പിടങ്ങൾ, കളിക്കാനുള്ള സ്റ്റേജ്. ഇനിയിപ്പോൾ ഘോഷയാത്ര എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കി എന്താ വെച്ചാൽ ഇവിടെ ആയിരിക്കും കുട്ടിയാഘോഷ തിമിർക്ക് നടക്കുന്നുണ്ടാവുക. പിന്നീടാണ് തിരുവാതിരക്കളി നടക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ വ്ളോഗിലൂടെ കാണാം. അത് കഴിഞ്ഞാലൂടെ നമ്മുടെ എല്ലാവരുടെയും മാളു ക്ഷീണിച്ചിരിക്കുകയാണ്, വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കും. അങ്ങനെ ചേച്ചിയും അനിയത്തിയും കൂടെ ഓണപ്പാട്ടിൻ താളം തുള്ളും കുഞ്ഞിപ്പൂവേ എന്നുള്ള പാട്ടാണ് കേട്ടോ കളിക്കണേ. കോപ്പിറൈറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ്. നല്ല ഭംഗിയിൽ കുട്ടികൾ കളിച്ചു. ഇനിയിപ്പം ഗ്രൂപ്പ് ഡാൻസും കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ക്ലിപ്പുകൾ ഞാൻ ഇടാം കേട്ടോ. അപ്പം നല്ല സുന്ദരി മണികളായിട്ട് രണ്ടുപേരും ഒരേ ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരുന്നു, ഒരേ പട്ടുപാവട. നല്ല ചിരിച്ച് ആഘോഷിച്ച് കളിച്ചിട്ടുണ്ടായി. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൽ ഞാൻ തിരുവാതിരക്കളി ആഡ് ചെയ്തിട്ടില്ല. തിരുവാതിരക്കളി മാത്രമായിട്ട് സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കൊച്ചുമക്കൾ നന്നായി കളിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ഗ്രൂപ്പ് ഡാൻസ് കാണാം, കുട്ടികളുടെ ഗ്രൂപ്പ് ഡാൻസ്. അപ്പം ഇതാണ്, കുട്ടികളെല്ലാവരും ഉണ്ട്. നല്ല എന്താ പറയുക, എല്ലാ ഡാൻസും എല്ലാവരും പഠിച്ചിട്ടില്ല, പക്ഷേ ചേച്ചിമാരെയൊക്കെ നോക്കി കളിക്കുകയും അതൊരു ഹരമാണല്ലോ. ഇപ്പം ആൺപിള്ളേർ അവിടെ 3 ഉണ്ട്. 3 ആണെച്ചാലും അവരൊക്കെ അതിനനുസരിച്ചുള്ള നോക്കി കളിക്കലും ആ പാട്ടുകൾ പിന്നെ എല്ലാവരും കേട്ടിട്ടുള്ള പാട്ടുകളൊക്കെയാണ്. അപ്പോൾ ഇത് കോപ്പിറൈറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാട്ട് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് നടക്കാൻ പോകുന്നത് തീറ്റ മത്സരമാണ് കേട്ടോ. 3 ഇഡലി വീതമായിരിക്കും പ്ലേറ്റിൽ വെച്ചിട്ടുണ്ടാവുക. സാമ്പാറും ചട്നിയും ഒക്കെ ഒഴിച്ചിട്ടുണ്ടാകും. 1 ഗ്ലാസ് വെള്ളവും വെച്ചിട്ടുണ്ടാവും. അപ്പോൾ തീറ്റ മത്സരത്തിൽ നമ്മൾ വയ്ക്കുന്ന ടൈം എന്ന് പറയുന്നത് 1 മിനിറ്റ് എന്നുള്ള രീതിയിലുള്ള ടൈം പീരീഡാണ്. അപ്പം ആ പീരീഡിനുള്ളിൽ ആ 3 ഇഡലി അല്ലെങ്കിൽ ഇനി കൂടുതൽ ഇഡലി ഒക്കെ കഴിക്കുക എന്നുള്ളതാണ് മത്സരത്തിൻ്റെ ഒരു അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഈ തീറ്റ മത്സരത്തിന് വിജയിക്കുന്ന ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയ ആൾക്കാർക്കൊക്കെ നമ്മൾ ഓൾറെഡി എല്ലാ വിന്നേഴ്സിനും കൊടുക്കുന്നത് പാത്രങ്ങളൊക്കെ ആയിരിക്കും ഗിഫ്റ്റ്. അപ്പം ഇതിനൊരു സ്പെഷ്യൽ എന്ന് പറയുന്നത് മൊമെൻറ്റോയും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് എന്താ പറയുക, സ്പെഷ്യലായിട്ട് എന്താ പറയുക, ഒരു ടീംസ് കൊടുക്കുന്നതാണ്. തീറ്റ മത്സരത്തിന് വേണ്ടി മാത്രമുള്ള വിജയികൾക്ക് മൊമെൻറ്റ് കൊടുക്കുന്നുള്ളത്. അപ്പോൾ
അപ്പോൾ ഇത് തീറ്റ മത്സരം സീനിയേഴ്സായിട്ടുള്ള ആൾക്കാരുടെയാണ്, എന്താ പറയുക, എന്താ പുരുഷന്മാരുടെ. പിന്നെ ഇനി അടുത്തത് ഞങ്ങൾ ഗേൾസ് ടീമിൻ്റെ ആയിരിക്കും. ഈ ജൂനിയേഴ്സായിട്ടുള്ള കുട്ടികളുടെ തീറ്റ മത്സരമാണ്. അപ്പോൾ 2 ഇഡലി വെച്ചിട്ടാണ് കൊടുക്കണം. മാളുമൊക്കെ ഉണ്ട് കേട്ടോ മത്സരിക്കാനായിട്ട്. അപ്പോൾ മാളു ഇവർ ഈ ചേട്ടന്മാരൊക്കെ കഴിക്കണതിൻ്റെ ആ സ്പീഡിൽ കഴിച്ചുകൊണ്ടിരിക്കണം, വീട്ടിലിങ്ങനെ കഴിക്കത്തേ ഇല്ല. അപ്പോൾ നമുക്ക് നോക്കാം ആരാണ് വിജയിക്കുക എന്നുള്ളത്. വെള്ളം കുടിക്ക് മാളു കഴിക്കും. മത്സരം കഴിഞ്ഞു. അടുത്തത് കൈപ്പയ്ക്ക തിന്നണ മത്സരം കേട്ടോ. കൈപ്പയ്ക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം കഴിക്കുന്ന ഒരു കൈപ്പയ്ക്കാണ്. അപ്പോൾ 3 വീതമാണ് പ്ലേറ്റിൽ വെച്ചിട്ടുണ്ടാവുക. അത് 3 തിന്ന് കഴിക്കുക. ആ ടൈം പീരീഡിനുള്ളിൽ ആരാണോ ഫസ്റ്റ് കഴിക്കുന്നത് അവർ വിന്നേഴ്സ് എന്നുള്ളത്. അപ്പം ഇത് ജൂനിയേഴ്സ് ടീംസാണ്. ഇനി അടുത്തത് സീനിയറായിട്ടുള്ള വനിതകൾ, പിന്നെ പുരുഷന്മാർ, അങ്ങനെയാണ് കേട്ടോ പോകുന്നത്. അപ്പം ഇത് നല്ലൊരു ഗെയിമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഗെയിം കേട്ടോ. നല്ല മൂത്ത് കേൾപ്പിക്കാൻ നല്ല കഷ്ടപ്പെടാവും. ആ കുട്ടി ജയിച്ചതാണല്ലേ, ആ കാരണം കാണിച്ചിട്ടല്ല, പതുക്കെ ചേച്ചി നവരസങ്ങൾ വിരിയട്ടെ. ചേച്ചി നവരസങ്ങളാട്ടെ. തപ്പോട് 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 എല്ലാവരും വീടെടുത്ത് കേട്ടാ. അല്ലെങ്കിൽ ചേച്ചി പ്രൈസ് കൊണ്ടോ നമുക്ക് തിരുവാതിര കളിക്കാത്തല്ലേ, അല്ലെങ്കിൽ പഠിപ്പിക്കും. ചേച്ചി ഇത് മരുന്നാണ്, മരുന്ന് മരുന്ന്. കളിക്ക് കളിക്ക് കളിക്ക്. കഴിച്ചിട്ട് ബാക്കിയുണ്ടെങ്കിൽ ആ പീസാണ് വെക്കിട്ട് എന്നാലേ ആക്കാൻ പറ്റുള്ളൂ. അളന്ന് വലിപ്പം നോക്കിട്ടേ തരുള്ളൂ. അതാ അതാ ആ ഫസ്റ്റ് അടിച്ച സീമ അലക്കി വലിപ്പിക്കണേ. 2 മിനിറ്റ് ഗൈസ്, ഞാൻ വിന്നറായി ഗൈസ്, ഞാൻ വിന്നറായി. ഞാൻ ഫസ്റ്റ് അടിച്ചു. ഒന്നര മിനിറ്റ് ടൈമാണ് കമ്മിറ്റിക്കാരുടെ ശ്രദ്ധയ്ക്ക്. ആ 1 മിനിറ്റ് മതിയാ, ആ 1.5 മിനിറ്റ് പരിപാടി സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ഗംഭീരമായ കൈപ്പഴത്തിന്റെ മത്സരമാണ് സ്റ്റാർട്ട് ആയിരിക്കുന്നത്. മനു, കർണാടൻ, കൂഞ്ഞൻ, രവീറെ, അങ്ങനെ വളരെ ഗംഭീരമായ പോരാട്ടമാണ് നടന്നിരിക്കുന്നത്. നാരങ്ങ സ്പൂണ് അവള് പഠിച്ചോ. അസ്മിത്ത് സെക്കൻഡ്, ആര് ഫസ്റ്റ്? ആര് ഓണം അടുത്തത് സൂചി നൂല് നടന്നു നോക്കണട്ടാ. നിക്കണ്ട, നിന്നെ ഔട്ടിട്ടാ. കടക്കരുത്, വര കടക്കരുത്, വാശിയേറിയ പോരാട്ടം. കോർത്തേക്ക് ഓടിക്കോ, കോർത്തേക്ക് ഓടിക്കോ, കോർത്ത.
വീണ്ടും സീനാസിബൻ. മെല്ലെ മെല്ലെ കുപ്പി വീഴ്ത്തണ്ട, കുപ്പി വീഴ്ത്തണ്ട, കുപ്പി വീഴ്ത്തണ്ട. വെള്ളം എടുത്തിട്ട് പോ. കുട്ടി, ആ കുട്ടി നോക്കൂ. വെള്ളം എടുത്തിട്ട് തന്നെ. സൂപ്പർ സൂപ്പർ സൂപ്പർ. കണ്ടുപിടിച്ചു, കണ്ടുപിടിച്ചു. മെല്ലെ മെല്ലെ നോർത്തി വെച്ചോളൂ, നോർത്തി വെച്ചോളൂ. വെള്ളമൊക്കെ സൂപ്പറായി. അതാ അതിലൊരു നീര് വിട്ടാൽ നോക്കി നോക്കിയിരുന്നുണ്ടാവും. വീട്ടിൽ നിന്ന് രണ്ടേ കപ്പി എടുത്തില്ല. മാറോ പോക്കറ്റിലേക്ക് വെള്ളം, പോക്കറ്റിലെ വെള്ളമാക്ക്. മാറോ മാറോ മാറോ, സ്പീഡ് വേണ്ട, മെല്ലെ പതുക്കെ മതി. അതിന്റെ നോക്ക് നോക്ക്, എടുക്കാൻ കിട്ടില്ലേ വെള്ളം. നിറയട്ടെ 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 നിറയട്ടെ. ഓട്ടെ 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 ഓട്ടെ. പ്രോത്സാഹിക്ക് പ്രോത്സാഹിപ്പിക്ക്. നീ മിക്കോട് തോൽപ്പിക്കാൻ ആരുമില്ല. മിക്കോ ഓടി അങ്ങോട്ട് പോലെ ആളുണ്ട്. നീ എന്താ നീ കുപ്പിയിലാണ് വെള്ളം നിറയ്ക്കേണ്ടത്, ചെയറിലല്ല. സൂപ്പർ സൂപ്പർ സൂപ്പർ. കുട്ടി എവിടുന്ന? കുട്ടി വഴിക്കും. നോക്കിട്ട് ഓടണം, നോക്കി ഓടണം, നോക്കി ഓടണം. പോടെ പോടെ പോടെ. അയ്യോ അയനക്കുട്ടി, മെല്ലെ 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 പതുക്കെ പോയിട്ട് സ്പീഡ് കൊടു. വെള്ളം എടുക്കുമ്പോ വെള്ളം എടുത്തിട്ട് പതുക്കപ്പോ, വെള്ളം എടുത്തിട്ട് പതുക്കപ്പോ, വെള്ളം എടുത്തിട്ട് പതുക്കപ്പോ. വൃക്ഷക്കുട്ടി നമ്മളെ പാത്രക്കര. നടക്കി നടക്കി നടക്കി. ആയിരത്തിക്ക് കയ്യിൽ ഓട്ടയുണ്ട്. മെല്ലെ ഏടിപ്പേരല്ലേ പൊല്ല് വെക്കേണ്ടി വരും. പൊല്ല് ഒഴുകി 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 നല്ല രീതിക്ക് ഒഴുകി. അതന്നെ അതന്നെ ഒന്നും പറഞ്ഞല്ലോ. അതന്നെ ട്രിക്ക് മനസ്സിലായില്ലേ? ട്രിക്ക് മനസ്സിലായി, ഒന്നും പറഞ്ഞല്ലോ. മനസ്സിലായി. നമുക്ക് എന്താ അറിയോ, പാത്രം കമ്മിയാണ് വീട്ടില്. കൂട്ട് 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 കൂട്ട്. ഇടക്കിടക്ക് പാട്ട് കേൾക്കി എന്റെ തൊണ്ടയ്ക്ക് റെസ്റ്റ് എടുത്തേ. മെല്ലെ പതുക്കെ 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 വന്നാ മതി. വെള്ളം കൊടുക്കില്ല, വെള്ളം കൊടുക്ക്. ഫുള്ള് നിറഞ്ഞു കഴിഞ്ഞു. ചേച്ചി അവിടെ കുത്തിക്കറി കയറിട്ട് നിറയുന്നുണ്ട്. എന്നായി സമയമായില്ലേ? നോ നോ നോ, അത് കുഴപ്പമില്ല. ഇടിച്ചു വഴിച്ചിട്ട് രക്ഷപ്പെടുന്നു. സെക്കൻഡ് 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 സെക്കൻഡ്. വളരെ തൊന്തരവ്. വെള്ളം കുപ്പിയിലാണ് നിറക്കേണ്ടത്. ശരി, താഴെയല്ല താഴെയല്ല താഴെയല്ല. ഓട് 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 ഓട്. ഓടാമ നിക്കാമോ? ഓട് ഓട്. ഒരു കുട്ടി പോയെങ്കിൽ വേറെ കുട്ടി കൊടുക്കൂ. ആ കുട്ടി നിറഞ്ഞെന്നാ തോന്നുന്നത്. ഇതെന്ത് കൈ കൊണ്ടാണ് ഈ ചെക്കൻ വന്നിരിക്കുന്നത്? ഇത് കൈയല്ലത്, ആനന്റെ തുമ്പിക്കൈയാണ്. ആനന്റെ തുമ്പിക്കൈ കൊണ്ട് വാവ മുന്നേറുകയാണ്. ഒരു കുപ്പി ബോട്ടലായ ഫസ്റ്റ് അടിച്ചത് വാവച്ചൻ തന്നെ. വാവ ആന്റെ സെക്കൻഡ് രമേശ്. ഒരു കാര്യം ചെയ്താൽ മതി, ഫുള്ളായി നിറഞ്ഞാൽ ഓക്കെ, ഇല്ലെങ്കിൽ സിക്ക്. ഫുള്ളായി നിറഞ്ഞ ഓക്കെ, ഫുള്ളായി തുളുമ്പി കഴിഞ്ഞ ഫസ്റ്റ്, അത് കഴിഞ്ഞ സെക്കൻഡ്, അത് കഴിഞ്ഞ തേർഡ്. അങ്ങനെ മത്സരങ്ങളൊക്കെ ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ സൈഡിൽ ക്ഷീണിച്ചോ ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ കണ്ട് കണ്ട് ക്ഷീണിച്ചു, കളിച്ച് കളിച്ച് ക്ഷീണിച്ചു എന്ന് പറഞ്ഞ പോലെ. പിന്നെ അടുത്ത് നടക്കാൻ പോകുന്നത് നമ്മുടെ കസേര കളി മത്സരമാണ്, ചെറിയ കുട്ടികളുടെ. പിന്നെ ഇതിൽ മൊത്തം പാട്ടുകളാണെന്ന് അറിയാമല്ലോ, അപ്പോൾ കോപ്പിറൈറ്റ് എന്തായാലും ഒബ്വിയസ്ലി വരും. അപ്പോൾ ഞാനതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ജൂനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികളുടെയാണ്. മാളും ആ പാട്ടിനനുസരിച്ച് തുള്ളിക്കൊണ്ടിരിക്കുകയാണ്, അല്ലാതെ വട്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയല്ല. കുട്ടിയെ കളി മനസ്സിലായിട്ടില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ ഇപ്പോൾ അടുത്ത് കണ്ടോ 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 തുള്ളിക്കൊണ്ടിരിക്കണുണ്ടോ? ഈ വൈറ്റ് ബനിയൻ കറുത്ത പാൻറ്റ്, അതാണ് മാളു. ഓക്കെ, അപ്പോൾ നല്ല മഴയാട്ടോ പുറത്ത് പെയ്തുകൊണ്ടിരിക്കണത്. അപ്പം ഈ ഭാഗത്തൊക്കെ ഷീറ്റ് ഇട്ടുകൊണ്ട് അവൾ തുള്ളിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സീറ്റ് പോയി. മാളു ആദ്യം തന്നെ തോറ്റു. കൊയ് അങ്ങനെ അവൾ വിജയിച്ചു എന്ന് പറഞ്ഞ് മനു പൊന്തിച്ചു. സന്തോഷമായി. അപ്പോൾ ഇനി അങ്ങനെ തകർത്ത് ചെയറുകളി മത്സരം
കുട്ടികളുടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ 3 പേര് ഭാഗ്യക്ക് വീച്ചിരിക്കണു. അപ്പം അങ്ങനെ ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കണു ചെയറുകളി മത്സരം. ഇനി അടുത്തത് സീനിയേഴ്സായിട്ടുള്ള വനിതകളുടെ ചെയറുകളി മത്സരമാണ്. അപ്പം ആ ചെയറുകളി മത്സരത്തോടു കൂടി പിന്നെന്താ വെച്ചാൽ ഉച്ചയ്ക്കുള്ള ലഞ്ച് ബ്രേക്ക് നമുക്ക് തരുകയാണ്. അപ്പം നമ്മൾ വീട്ടിൽ പോയിട്ട് ഉത്രാട ദിനത്തിൻ്റെ ഓണസദ്യ കഴിക്കുക. 2:30 ആകുമ്പോഴാണ് നമുക്ക് സമയം പറഞ്ഞിരിക്കുന്നത് വീണ്ടും എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. അങ്ങനെ 2:30ക്ക് നമ്മൾ എത്തിച്ചേരുക. പിന്നീട് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ വീണ്ടും വ്ളോഗ് വഴിയിട്ട് അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് വരുന്നുണ്ടാവും കേട്ടോ. അപ്പം ഞങ്ങളുടെ ചെയറുകളി മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ തിരുവാതിരക്കളി ടീംസ്, പിന്നെ അതുപോലെ തന്നെ ടീംസിലല്ലാത്ത ആൾക്കാരും. അപ്പോൾ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കേണ്ട പാട്ടിനനുസരിച്ച് തലചുറ്റി ഒരു വിധം തലചുറ്റിയ പോലെ ആയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ ബാലൻസ്, അങ്ങനെ പോകുന്നൊരു ഇതാണ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു, നന്നായി ആഘോഷിച്ച് തിമിർത്തിട്ട് തന്നെയാണ് ഞങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനൊരു 3ാം സ്ഥാനം വരെയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് സെക്കൻഡിന് മാത്രമേ സമ്മാനമുള്ളൂ കേട്ടോ. അതായത് ആളിനെ ദിശ മാറ്റുക, ദിശ മാറ്റി തിരിച്ചുവിടുക, അതിന് തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിട്ടോളൂ, തല കറങ്ങണ്ട. വളരെ ശ്രദ്ധിച്ചിട്ടുള്ള കളിയാണ്. ഓക്കെ എന്ന് പറഞ്ഞാൽ മാത്രം അടിച്ചാൽ മതി, അടുത്തു പോകരുത്, ചിലപ്പോ തലയടിച്ച് പൊട്ടിക്കും. ഉറിയടി മത്സരങ്ങളൊക്കെ കണ്ടൂരോ, ഇതുപോലെ ജൂനിയേഴ്സിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പം എല്ലാവരുടെയും വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചൊക്കെ ലെങ്ത് ആവും നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത്. അപ്പം സുന്ദരിക്കൊരു പൊട്ടുകൊടലാണ്. അപ്പം ആള് തന്നെയാണ് ഫസ്റ്റ്. ഇത്രയും ക്യൂ കാണുന്ന എന്തിനാണെന്നറിയോ? ഈ സുന്ദരിക്കൊരു പൊട്ട് തൊടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ വിന്നറായിരിക്കുന്ന ആ ബ്ലാക്ക് ഇട്ടിട്ടുള്ള ടീഷർട്ടും ഒരു ജീനും ഇട്ടിട്ടുള്ള പെൺകുട്ടി ആട്ടോ കറക്റ്റായിട്ട് സെൻറ്ററിൽ എന്താ പറയുക ഹണി റോസിൻ്റെ പൊട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. വിന്നർ ആ കുട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, ഉറിയടി ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്ത് സുന്ദരിക്കൊരു പൊട്ടുതൊടലും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗംഭീരമായിട്ടുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 4 മണി ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട്. ഇനി വടംവലി വേണം. അതുപോലെ തന്നെ പിന്നെന്താ വേണ്ടേ, ഈ വഴുക്കുമരം കയറണത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇനിയും നടക്കാനുണ്ട്. അപ്പം തിരുവാതിര ടീംസിന് എതിരെ വടം വലിക്കാൻ വേണ്ടിയിട്ട് ഗേൾസ് ടീംസ് വേറെ കിട്ടിയാത്തതുകൊണ്ട് ഞങ്ങൾ വടം വലിച്ചില്ല എന്നേ ഉള്ളൂ. പക്ഷേ സീനിയേഴ്സിൻ്റെ പുരുഷന്മാരുടെ വടം വലി ഉണ്ടായിരുന്നു, അത് ഗംഭീരമായിരുന്നു. അപ്പം ഇതാണ് സുന്ദരിക്കൊരു പൊട്ട് തൊട്ടൽ. അപ്പം ആളും എവിടെയോ കൊണ്ട് പൊട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ.
ഗിരീഷ് കുറച്ചുകൊണ്ടിരിക്കുന്നു. കളിക്കൊണ്ടിരിക്കുന്നു. ശബരി കാണിക്കൊണ്ടിരിക്കുന്നു. ശബരി വഴിക്ക് കയറുന്ന പോലെ പരിപാടി പങ്കെടുത്ത് നമുക്ക് വിജയം സമ്മാനിച്ച എല്ലാ വിജയികൾക്കും ക്ലബിന്റെ ഭാഗത്ത് നമ്മുടെ മാളവിക, അയന, ആരോ, നൃത്യ, ആദോ, അമ്മയ്ക്ക് അമ്മ പിടിക്കാം. ഹേമന്ത്, ആദോ, വേദിക ആ 2 സമ്മാനം മാറ്റി വെക്കുന്നു. ആ ഹേമന്തും ആദിക്കും മത്സരം സെക്കൻഡ് വഴുക്കുമരം ശബരിയാൻ ടീമാണ്. കൂടി വ്ളോഗ് അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അടുത്തൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. ബൈ.